ഹായ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മിനിമം വിൻഡോ സബ്സ്ട്രിങ് ആണ്. ഓക്കെ, സോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Given two strings s and t of lengths m and n respectively, return the minimum window substring of s such that every character in t is included in the window. If there is no substring, return the empty string. Okay, so the test cases will be generated such that the answer is unique. Okay, so ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒരു കൺസ്ട്രെയിന്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്, അതേപോലെ ടി എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എസിൻ്റെ അകത്ത് ടീൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉള്ള സബ്സ്ട്രിങ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ടു ഏറ്റവും മിനിമം ലെങ്ത് ഉള്ള സബ്സ്ട്രിങ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സബ്സ്ട്രിങ്സ് എന്താണെന്ന് അറിയാം. ഇപ്പം എസിൻ്റെ സബ്സ്ട്രിങ് എന്ന് പറയുമ്പോൾ എ ഒരു സബ്സ്ട്രിങ് ആണ്, എ ഡി ഒരു സബ്സ്ട്രിങ് ആണ്, എ ഡി ഒ ബി എല്ലാം സബ്സ്ട്രിങ്സ് ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു കൺസ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ എ ബി സി എന്നുള്ളൊരു സ്ട്രിങ്, അത് എ ബി സി ക്യാരക്ടേഴ്സ് ഉള്ള സബ്സ്ട്രിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എ ഡി ഒ ബി ഇ സി ഇതൊരു സബ്സ്ട്രിങ് ആണ്, എ ബി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് 6 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇനിഷ്യലി ഒരു സബ്സ്ട്രിങ് ആണെന്ന് വിചാരിക്കാം. പിന്നെ ഉള്ളത് ഏതാ, ഈ എ അല്ലാതെ പിന്നെ ബി ഇ സി ഒ ഡി ഇ ഇതൊരു ഇതാണ്, അല്ലെങ്കിൽ ഇതൊരു സബ്സ്ട്രിങ് ആണെന്നറിയാം, സി ഒ ഡി ഇ ബി എ. ഇതും എ ബി സി ഉള്ളൊരു സബ്സ്ട്രിങ് ആണ്. ഇതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 6 ആണ്. പിന്നെ ഒരു സബ്സ്ട്രിങ് ഉള്ളത് ഇതാണ്, ബി എ എൻ സി. അപ്പോൾ ഇതും എ ബി സി ഉള്ള ഒരു സബ്സ്ട്രിങ് ആണ്, പക്ഷെ ഇതിൻ്റെ ലെങ്ത് ലെസ്സർ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. 4 ലെങ്ത് ഉള്ള ബി എ എൻ സി ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് അല്ല റിട്ടേൺ ചെയ്തിട്ട് ആ ഒരു സബ്സ്ട്രിങ് ആയിട്ട് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ഓക്കെ, സോ ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്തായിരിക്കും? ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പോസിബിൾ സബ്സ്ട്രിങ്സും നോക്കാം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സ്ട്രിങ്ങിന്റെ ഏറ്റവും മിനിമം ലെങ്ത് ഉള്ള സബ്സ്ട്രിങ് നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രിങ്ങിന്റെ അകത്ത് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി, ഇത് സെയിം ഓർഡറിലല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസീസ് വെച്ച് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അതായത് നമ്മളൊരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ടി എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ക്യാരക്ടർ ഫ്രീക്വൻസീസ് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഓരോ സബ്സ്ട്രിങ്സ് എടുക്കുമ്പോഴും നമ്മൾ ഈ ഫ്രീക്വൻസീസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലെങ്ത് സ്റ്റോർ ചെയ്യുന്നു, അതിന്റെ മിനിമം ലെങ്ത് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷന്റെ കോഡ് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫ്രീക്വൻസി മാപ്പ് വെക്കുന്നു സെക്കൻഡ് സ്ട്രിങ്ങിന് വേണ്ടി. അതിൽ നമ്മൾ ക്യാരക്ടർ ഫ്രീക്വൻസി കൗണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ടിന്റെ ഇതിന് വേണ്ടി കുറച്ച് വേരിയബിൾസ് വെക്കുന്നു. എന്നിട്ട് ഐ ലൂപ്പും ഉണ്ട്, ജെ ലൂപ്പും ഉണ്ട്. ഓരോ ടൈമും ഐ ജെയിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമ്മൾ എസിന്റെ കൗണ്ട് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാരക്ടേഴ്സ് സെക്കൻഡ് ക്യാരക്ടറിന്റെ അകത്തുള്ളതാണെങ്കിൽ നമ്മൾ അതിന്റെ കൗണ്ട് ചെക്ക് ചെയ്യുന്നു. കൗണ്ട് ലെസ്സർ ആണ്, അതായത് ഇത് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഇൻ കേസ് ഫ്ലാഗ് ട്രൂ ആണ്, അതായത് ഈ ക്യാരക്ടർ കൗണ്ട് സെയിം ആണ്, നമുക്ക് കിട്ടിയ സബ്സ്ട്രിങ്ങിന് ടിയിലുള്ള അതേ ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആൻസറിന് വേണ്ടി അതിന്റെ ലെങ്ത് എടുക്കുന്നു. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ടർ ലൂപ്പും ഉണ്ട്, ഒരു ഇന്നർ ലൂപ്പും ഉണ്ട്. അപ്പൊ ഇത് തന്നെ n² ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എം എന്ന് പറയുന്ന ഈ ഒരു ഇതിന്റെ ഐറ്ററേറ്റും ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളിവിടെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ big of n² into m, where m is the length of unique characters in string t. കാരണം നമ്മൾ ഈ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതും ഉണ്ട്. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി m ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ പോയാലും ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് ആ ഒപ്റ്റിമൽ കോഡ് എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് വെച്ചാണ് നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എൻ്റെ കോഡ് കാണാം. കോഡ് കാണുന്നതിൻ്റെ കൂടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ കോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ലൈഡിംഗ് വിൻഡോ ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ 2 പോയിന്റേഴ്സ് വെക്കുന്നു. ഓക്കെ, ലെഫ്റ്റും റൈറ്റ് എന്ന് പറഞ്ഞ് 2 പോയിന്റേഴ്സ് വെക്കുന്നു. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ നമുക്ക് സെക്കൻഡ് സ്ട്രിങ്ങിന്റെ ഒരു മാപ്പ് നമുക്ക് വേണം. അതിന്റെ ഫ്രീക്വൻസീസ് സ്റ്റോർ ചെയ്താണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പ് ടി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിന്റെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അതിൽ നമ്മൾ ഓഫ്
ടി എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസീസ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതിന് CH map dot get CH or0 + 1. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്സ് ആണ്. ജസ്റ്റ് ടീൻ്റെ ഫ്രീക്വൻസീസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ മാപ്പ് ടി എന്ന് പറയുന്ന ഒരു മാപ്പിൻ്റെ അകത്ത് നമുക്ക് ടി എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസീസ് നമുക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത്, നമുക്ക് 2 ഇൻറ്റിജർ നമ്പേഴ്സ് വേണം. അതായത് നമ്മൾ 2 ഇൻറ്റിജേഴ്സ് വെച്ചാണ് ഇനി ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഹാവ് എന്നും നീഡ് എന്നും പറഞ്ഞ് 2 ഇൻറ്റിജേഴ്സ് വെക്കുന്നുണ്ട്. അതായത് ഹാവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അതേ കൗണ്ടും, നീഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊരു വിൻഡോ എടുക്കുമ്പോൾ, ഒരു സ്ലൈഡിങ് വിൻഡോ എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടെങ്കിൽ നമ്മൾ നീഡ് ഇതിൻ്റെ ഓരോ ക്യാരക്ടർ വിൻഡോൻ്റെ അകത്ത് വരുന്നതോടെ നമ്മൾ നീഡ് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇതിൻ്റെ അതേ സൈസ് നീഡും ആകുമ്പോൾ ഹാവും നീഡും ഈക്വൽ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് അതിനായിട്ട് 2 നമ്പേഴ്സ് വെക്കാം. അപ്പം ഹാവ് ഇനിഷ്യലി 0 ആണ്. ആൻഡ് നീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂമറിക്കൽ വേരിയബിൾ വെക്കാം. അതെന്ന് പറയുന്നത് മാപ്പ് ടി ഡോട്ട് സൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാവും നീഡും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു വൈൽ ലൂപ്പ് വരും. അപ്പോൾ അവിടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വൈൽ ഹാവ് ഈക്വൽ ടു നീഡ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് നമുക്ക് ഈ വൈൽ ലൂപ്പ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുന്നേ ഈ ഹാവ് നമുക്ക് ഇപ്പോൾ ഇനിഷ്യലി 0 ആണല്ലോ. അപ്പോൾ ഹാവിന് ഇനി നമ്മൾ നീഡാണോ, നീഡിൻ്റെ അതിലോട്ടാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് മുന്നേ ഒരു ഫോർ ലൂപ്പ് വേണം. അതായത് നമ്മുടെ സ്ലൈഡിങ് വിൻഡോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഫോർ r is equal to 0, r less than s dot length, മെയിൻ സ്ട്രിങ് ഡോട്ട് ലെങ്ത് r പ്ലസ് പ്ലസ്. ഓക്കെ, ഈ ഒരു സ്ലൈഡിങ് വിൻഡോൻ്റെ അകത്താണ് നമ്മുടെ ഈ വൈൽ ലൂപ്പ് വരുന്നത്. ഈ വൈൽ ലൂപ്പ് നമുക്ക് നോക്കാം. പക്ഷെ ഇതാണ് ഇപ്പോഴും നമ്മുടെ ഇനിഷ്യൽ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡിങ് വിൻഡോൻ്റെ റൈറ്റ് നമ്മൾ ഹൈട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്കിനി ഒരു വിൻഡോയിന് നമുക്കൊരു ഹാഷ് മാപ്പ് തന്നെ വെക്കാം. ഓക്കെ, ഇപ്രാവശ്യം വിൻഡോയിൻ്റെയും ഫ്രീക്വൻസി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിൻഡോയിന് നമുക്കൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ആദ്യം വിൻഡോയിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. വിൻഡോ ഡോട്ട് സെറ്റ് SFR എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൻഡോ ഡോട്ട് ഗെറ്റ് SFR or0 + 1. ഓക്കെ, എൻ്റെ ഇത് ഇത്ര ഒരു ബ്രാക്കറ്റിലൂടെ. അപ്പോൾ നമ്മൾ വിൻഡോ ഡോട്ട് സെറ്റ് നമ്മൾ ഇട്ടു. ഇനി നമുക്ക് അപ്പം നമ്മുടെ വിൻഡോ എന്ന് പറയുന്ന മാപ്പിലോട്ട് നമ്മൾ റൈറ്റ് സ്ട്രിങ്സ് നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാവ് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഹാവ് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്തിട്ട് വേണം ഈ വൈൽ ലൂപ്പിലോട്ട് കയറാൻ. അപ്പോൾ ഹാവ് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ വിൻഡോയിൻ്റെ അകത്ത് മാപ്പ് ടീൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഹാവ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഈ SFR എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം, ഇഫ് മാപ്പ് ടി ഡോട്ട് ഹാസ് SFR അങ്ങനെയാണെങ്കിൽ ആൻഡ് മാപ്പ് ടീൻ്റെ അകത്ത് SFR ഉണ്ടെങ്കിൽ, അതാണ് ഫേസ്റ്റ് കണ്ടീഷൻ. ആൻഡ് രണ്ടിൻ്റെയും കൗണ്ട് ഈക്വൽ ആണെങ്കിൽ അല്ലേ, മാപ്പ് ടി ഡോട്ട് ഗെറ്റ് SFR. ഓക്കെ, മാപ്പ് ടി ഡോട്ട് ഗെറ്റ് SFR എന്ന് പറയുന്നത് ഇസ് ഈക്വലൻ ടു വിൻഡോ ഡോട്ട് ഗെറ്റ് SFR ആണെങ്കിൽ മാത്രം നമ്മൾ ഹാവിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാവിനെ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ഇനിഷ്യലി A വരുമ്പോൾ ഹാവ് 1 ആയി. നമുക്കിവിടെ നീഡ് എന്ന് പറയുന്നത് ടി ഡോട്ട് സൈസ് ആണ്, നീഡ് 3 ആണ്. അപ്പോൾ ഇവിടെ ഹാവ് ഇനിഷ്യലി 1 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ B വരുമ്പോഴത്തേക്ക് ഇത് 2 ആവും, പിന്നെ C വരുമ്പോഴത്തേക്കാണ് 3 ആവുന്നത്. അതായത് ഇത്രയും ഒരു സബ്സ്ട്രിങ് ആണ് ആദ്യം നമ്മുടെ ഈ ഒരു വൈൽ ലൂപ്പിൽ കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ADOBC എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ കറണ്ട് വിൻഡോ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറും, ഹാവ് ഈക്വൽ ടു നീഡ് ആവുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇനി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 2 വേരിയബിൾസ് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് റിസൾട്ട്, നമുക്ക് റിസൾട്ടിൻ്റെ ലെങ്ത്തും വേണം. അത് ഇനിഷ്യലി മിനിമം വിൻഡോ ആയതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി വലിയ ലാർജ് ഇൻറ്റ് മാക്സ് പോലെ വലിയൊരു വേരിയബിളും വെക്കാം. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻഡെക്സും വേണം.
അപ്പോൾ അതിന് നമുക്ക് 2 അറേ ഓഫ് ഇൻഡെക്സസ് ഇനിഷ്യലി -1 എന്ന് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹാവ് ഈക്വൽ ടു നീഡ് ആകുമ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യണം ഇഫ് വിൻഡോ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് -i+1 ഇഫ് ഇറ്റ് ഇസ് ലെസർ ദാൻ റിസൾട്ട് ലെങ്ത്. ഓക്കെ, അതായത് നമ്മുടെ കറണ്ട് വിൻഡോ ലെസർ ദാൻ റിസൾട്ട് ലെങ്ത് ആണെങ്കിൽ, ഇപ്പം ഇനിഷ്യലി ഇൻഫിനിറ്റിനെക്കാട്ടും ലെസറാണ്, നമ്മളിവിടെ കയറുമ്പോൾ നമുക്ക് നേരെ റിസൾട്ട് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ സൈസായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വിടാം. ആൻഡ് റിസൾട്ട് എന്ന് പറയുന്ന അറേൻ്റെ അകത്ത് നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും സ്റ്റോർ ചെയ്യാം. ഇത് നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യാനാണ്, സബ്സ്ട്രിങ് ആയിട്ട് റിട്ടേൺ ചെയ്യണമായതുകൊണ്ട് നമുക്ക് ലെങ്ത് മാത്രം പോരാ, ഇൻഡെക്സസും വേണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നമുക്കിപ്പോൾ മിനിമം ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാവ് നമുക്കിപ്പോൾ നമ്മുടെ കറണ്ട് സബ്സ്ട്രിങ്ങിലുള്ളത് കിട്ടി. ഇനി നമുക്ക് വിൻഡോ ഷ്രിങ്ക് ചെയ്യണം. അപ്പോൾ ആ വിൻഡോ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാവ് ഡിക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഹാവ് ഡിക്രിമെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ നെക്സ്റ്റ് വിൻഡോ ആയി ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ S(L), അതായത് ഇപ്പൊ വിൻഡോന്റെ ഫസ്റ്റ് ക്യാരക്ടർ നമുക്ക് എടുക്കാം. അത് നമുക്ക് അതിന് സ്റ്റാർട്ട് എന്നൊരു വേരിയബിളിൻ്റെ അകത്ത് S(L) വെക്കാം. ഓക്കെ, സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇഫ് ഈ നേരത്തെ ചെക്ക് ചെയ്ത പോലെ mapT.has സ്റ്റാർട്ട് ആണെങ്കിൽ, ഓക്കെ, mapT-ൻ്റെ അകത്ത് ഈ സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ, സെയിം ക്യാരക്ടർ ഉണ്ടെങ്കിൽ, ആൻഡ് mapT.get start, okay, if it is lesser than or equal to mapT.get start is lesser than or equal to window dot, അല്ലെങ്കിൽ window.get start അടിക്കാം. അതായത് വിൻഡോ, നമ്മുടെ കറണ്ട് സ്ലൈഡിങ് വിൻഡോൻ്റെ അകത്തുള്ള ആ ഒരു വേരിയബിൾ, ഓക്കെ, കറണ്ട് സ്ലൈഡിങ് വിൻഡോയിലുള്ള ആ ഒരു വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ കൗണ്ട് ഇസ് ലെസർ ദാൻ mapT.get സ്റ്റാർട്ട് ആണെങ്കിൽ, ഓക്കെ, ലെസർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസർ ദാൻ മതി. നമുക്കത് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ലെസർ ദാൻ mapT.get സ്റ്റാർട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹാവ് ഡിക്രിമെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഹാവ് ഡിക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ വൈൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയി മാറും അല്ലേ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്ലൈഡിങ് വിൻഡോയിൽ ഈ ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അതുണ്ടെങ്കിൽ ആൻഡ് ഇതിന്റെ കൗണ്ട് റെഡ്യൂസ് ആവുകയാണെങ്കിൽ നമ്മൾ ഹാവ് ഡിക്രിമെന്റ് ചെയ്യും. അപ്പോൾ ഇതെപ്പോഴാണ് ഡിക്രിമെന്റ് ആവുന്നത്, നമ്മൾ വിൻഡോ ഓൾറെഡി വിസിറ്റ് ചെയ്തു, കറണ്ട് വിൻഡോ ഇരിക്കുമ്പോൾ നമുക്ക് L ഇൻക്രിമെന്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വിൻഡോയിൽ നിന്ന് സെറ്റ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യണം, window.get start -1 കൊടുക്കണം. അതായത് നമ്മൾ ഈ L-നെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ L-നെ നമ്മൾ ഇൻക്രിമെന്റും ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ആ മാപ്പ് അപ്ഡേറ്റ് ചെയ്ത് കണ്ടീഷനും കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് പോയിന്റർ ഇൻക്രിമെന്റും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോയും മൂവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവാത്തപ്പോൾ നമ്മൾ ഈ വൈൽ ലൂപ്പും ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് റിസൾട്ടും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആൻസർ റിട്ടേൺ ചെയ്യണം. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നോക്കാം. റിസൾട്ട് ഇസ് ഈക്വൽ ടു റിട്ടേൺ, ഈ റിസൾട്ട് ലെങ്ത് ഇനിഷ്യൽ വാല്യൂ തന്നെയാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എംപ്റ്റി സ്ട്രിങ് കൊടുക്കുന്നു. അതായത് മിനിമം വിൻഡോ ഒന്നും കിട്ടിയ അല്ല, നമുക്കിത് കിട്ടിയെങ്കിൽ നമ്മൾ റിസൾട്ട് ഡോട്ട് സബ്സ്ട്രിങ് എന്താണ്, നമുക്ക് സബ്സ്ട്രിങ്ങിൽ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഡോട്ട് സബ്സ്ട്രിങ് അല്ല, സോറി, s.substring, നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന അറിയേണ്ട 2 ഇൻഡെക്സസ് ഉണ്ട്. റിസൾട്ട് ഓഫ് 0 അതായിരിക്കും L എന്ന് പറയുന്നത് വിൻഡോന്റെ ബിഗിനിങ്ങും, പിന്നെ റിസൾട്ട് ഓഫ് 1 R അത് +1 കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കാരണം സബ്സ്ട്രിങ് വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇൻഡെക്സ് 5 വിളിക്കുന്നതെങ്കിൽ 4 വരെ പോകത്തുള്ളൂ. അപ്പോൾ എൻഡ് പോയിന്റിന്റെ കൂടെ +1 കൂടെ കൊടുക്കണം. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന്, എന്നാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കൂടുതൽ.
ഓക്കെ, നമുക്കിവിടെ മാപ്പ് ടി ഡോട്ട് ഗെറ്റ് സി എച്ച് ആണ്. ഓക്കെ, അതൊരു സിൻറ്റാക്റ്റിക്കൽ എററാണ്. ഇഫ് ജെ മൈനസ് ഐ. ഓക്കെ, അപ്പോൾ ജെ അല്ല, ഇവിടെ നമ്മൾ എഴുതി വന്നതാണ്. എപ്പോഴും കൺവെൻഷനായിട്ട് എഴുതി പോകുന്നതുകൊണ്ട് പറ്റിയതാണ്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ആണ്. അപ്പോൾ വിൻഡോയിൻ്റെ വിഡ്ത്ത് നോക്കാൻ വിൻഡോയിൻ്റെ വിഡ്ത്ത് നോക്കാൻ വേണ്ടി നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? R-L+1 ആണ്. ഇത് എഴുതി വരുന്നതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. എപ്പോഴും എഴുതി ശീലിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ എഴുതി പോകുന്നതാണ്. ഓക്കെ, R-L+1 നമ്മൾ വിൻഡോയിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് ചെയ്തും കൂടെ നോക്കിയിട്ട് കോഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഓക്കെ, സോ നമ്മളിവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രിങ് ഉണ്ട് ഇവിടെ മെയിനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സബ് സ്ട്രിങ് ഉണ്ട് ABC എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മളിവിടെ ചെയ്തത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇതിനു വേണ്ടി ഫസ്റ്റ് ഈ ടി എന്ന് പറയുന്ന സ്ട്രിങ്ങിന് വേണ്ടി ഒരു ഫ്രീക്വൻസി മാപ്പ് നമ്മൾ ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ടി എന്താണ് വരുന്നത്? ഈ ടി എന്ന് പറയുന്ന സാധനം വരുന്നത് എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി മാപ്പ് വരും. എന്നിട്ട് ഈ ഓരോ ആൽഫബറ്റ്സിന്റെ കൗണ്ട് വരും. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്, അതേപോലെ സി എന്ന് പറയുന്നതും 1 ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീക്വൻസി മാപ്പ് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇനിഷ്യൽ, നമുക്ക് മാപ്പ് ടി വെച്ചിട്ട് നമ്മളൊരു ഫ്രീക്വൻസി മാപ്പ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇനിഷ്യൽ സംഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ലൈഡിങ് വിൻഡോയും നമ്മളൊരു മാപ്പായിട്ടാണ് നമ്മൾ വെച്ചത്. ഓക്കെ, സ്ലൈഡിങ് വിൻഡോയും നമ്മളൊരു ഫ്രീക്വൻസി മാപ്പായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഓരോ ടൈമും സ്ലൈഡിങ് വിൻഡോയിൽ നമ്മൾ ഓരോ ആൽഫബറ്റ്സിന്റെ ഫ്രീക്വൻസിയാണ് വെക്കുന്നത്. ഇപ്പൊ എ വരുമ്പോഴത്തേക്ക് എന്റെ ഇനിഷ്യൽ വാല്യൂ നമ്മൾ എന്റെ ഇനിഷ്യൽ വാല്യൂ നമ്മൾ 1 എന്ന് വെക്കുന്നു. പിന്നെ ഡി വരുമ്പോഴത്തേക്ക് ഡിന്റെ ഇനിഷ്യൽ വാല്യൂ 1 എന്ന് വെക്കുന്നു. അങ്ങനെ വരുന്നു. എന്നിട്ട് ഒ വരുമ്പോഴത്തേക്ക് ഒ വെക്കുന്നു, ബി വരുമ്പോൾ ബി വെക്കുന്നു. അങ്ങനെ നമ്മൾ വെച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓരോ ടൈമും ഈ വിൻഡോന്റെ ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഫ്രീക്വൻസി കൗണ്ട് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാവ് ആൻഡ് നീഡ് എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീഡ് എന്ന് പറയുന്നത് എന്താണ്? നീഡ് എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. ഈ കേസിൽ 3 ആണ്, കാരണം ഈ ഒരു മാപ്പിന്റെ ലെങ്ത് ആണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഹാവ് എന്ന് പറയുന്നത് എന്താണ്? ഹാവ് ഇനിഷ്യലി 0 ആണ്. നമുക്ക് ഹാവിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഒരു കണ്ടീഷന്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഈ ഹാവ് ഈക്വൽ ടു നീഡ് ആയിരിക്കണം, അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഹാവ് ഈക്വൽ ടു നീഡ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ആവണം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? മാപ്പ് ടി. നമ്മുടെ ഈ ടി എന്ന് പറയുന്ന മാപ്പിന്റെ കറണ്ട് ക്യാരക്ടർ ആണെങ്കിലും ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും കൗണ്ട് ഈക്വൽ ആണെങ്കിലും ഈ കറണ്ട് വിൻഡോയിലുള്ള ആൽഫബറ്റിന്റെ കൗണ്ടും മാപ്പിന്റെ കൗണ്ടും, അതായത് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എ ഉണ്ട്, എ മാത്രമേ ഉള്ളൂ ഇനിഷ്യലി. പിന്നെ ബി വരുമ്പോഴത്തേക്ക് ബിയും ഉണ്ട്. പിന്നെ ഒരു വിൻഡോ, ഇപ്പൊ ഫസ്റ്റ് വിൻഡോ നമ്മൾ കണ്ടത് എന്താണ്? നമുക്കിവിടെ ഫസ്റ്റ് വിൻഡോ നമ്മൾ കണ്ടത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിൻഡോ, അല്ലെ? എ ഡി ഒ ബി ഇ സി. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ഈ ഒരു SFRന്റെ ലെങ്ത്തും വിൻഡോന്റെ ലെങ്ത്തും നമുക്ക് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു വിൻഡോ വരുമ്പോഴാണ് ഇത് 1 കിട്ടി, നമുക്ക് ABC വേണ്ടി ഇതും കിട്ടി. അപ്പൊ ഈ ഒരു വിൻഡോ വന്നപ്പോഴാണ് നമുക്ക് ഇനിഷ്യലി ആ ഹാവ് ഈക്വൽ ടു നീഡിന് വേണ്ടി ഹാവ് 3 ആയത്. അപ്പൊ ഹാവ് ഈക്വൽ ടു നീഡായി. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഈ വിൻഡോയിന്റെ ലെങ്ത് ഇനിഷ്യലി ലെസർ ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ വിൻഡോയിന്റെ ലെങ്ത് ലെസർ ദാൻ റിസൾട്ട് ലെങ്ത് ആണോ നോക്കുന്നു. റിസൾട്ട് ലെങ്ത് ആണെങ്കിൽ ഈ റിസൾട്ട് ലെങ്ത് നമ്മൾ വിൻഡോയിന്റെ സൈസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആൻസറിലോട്ട് നമ്മൾ ഇത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നമ്മൾ ചെയ്തു. വിൻഡോയിന്റെ ഇതിന് വേണ്ടി നമ്മൾ ഇനിഷ്യലി ആൻസർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൻഡോയിന്റെ അകത്ത് നമ്മൾ ഈ ഫസ്റ്റ് വിൻഡോ കിട്ടിയല്ലോ.
വിൻഡോ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പയ്യെ ഷ്രിങ്ക് ചെയ്ത് വരാൻ പോവാണ്. അപ്പം നമ്മൾ ഇവിടെ ഇത് ഇനിഷ്യലി വിൻഡോ ഷ്രിങ്ക് ചെയ്തു, ഇങ്ങനെയായി. ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഹാവ് ഡിക്രിമെന്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കണ്ടീഷനാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ എ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ഡിക്രിമെന്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ടീൻ്റെ അകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ ഹാവ് ഡിക്രിമെന്റ് ചെയ്യണം. നമ്മൾ വെറുതെ വിൻഡോ ഷ്രിങ്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോൾ എ വന്നത് കൊണ്ട് നമ്മൾ ഈ ഹാവ് ഡിക്രിമെന്റ് ചെയ്തു. അപ്പൊ ഹാവ് നമുക്കിവിടെ ഇപ്പോൾ 3 ആയിരുന്ന ഹാവ് ഇപ്പൊ 2 ആയി. അപ്പൊ ഹാവ് 2 ആയതുകൊണ്ട് എന്ത് പറ്റി, ഈ വൈൽ ലൂപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും ഇറങ്ങി. ഓക്കെ, ഈ വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇത് ഡിക്രിമെന്റ് ചെയ്യുന്നു. വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങി, അത് കഴിയുമ്പോഴത്തേക്ക് വൈൽ ലൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഡിക്രിമെന്റ് ചെയ്യത്തില്ല, സോറി. അപ്പൊ നെക്സ്റ്റ് വാല്യൂ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ADO BEC വരെയാണ് വന്നത്. പിന്നെ നമുക്കിനി എ വേണമല്ലോ. അപ്പൊ എ വരുന്നവരെ നമ്മൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അതായത് ഇപ്പോ ODEBA വന്നു. എ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ ഈ വിൻഡോവിന്റെ അകത്ത് ABC വന്നു. ABC വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഹാവ് പ്ലസ് പ്ലസ് ആവും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ട് ഹാവ് പ്ലസ് പ്ലസ് ആവും. അത് കഴിഞ്ഞിട്ട് ഹാവ് ഈക്വൽ ടു നീഡ് വീണ്ടും വന്നു. അപ്പൊ വീണ്ടും ഈ ലൂപ്പിന്റെ അകത്ത് കയറുന്നു. റിസൾട്ട് ലെങ്ത് നോക്കുന്നു. റിസൾട്ട് ലെങ്ത് മിനിമം വാല്യൂ അല്ലാത്തതുകൊണ്ട് ആ ഇഫ് കണ്ടീഷന്റെ അകത്ത് കയറത്തില്ല. അപ്പൊ റിസൾട്ട് ലെങ്ത് മിനിമം വാല്യൂ അല്ല, SFL നോക്കുന്നു. ഈ നമ്മൾ വിൻഡോന്റെ അകത്ത് ഈ ഓരോന്നായിട്ട് പിന്നെ ഇനി ഇതിന്റെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് വന്നാലും കുഴപ്പമില്ല, ഹാവ് മൈനസ് ആവാത്തോണ്ട് ഈ വൈൽ ലൂപ്പിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇൻക്രിമെന്റായി വരുന്നു. ലാസ്റ്റ് ഇവിടെ ഓരോ പോയിന്റിൽ വരുന്നു. പിന്നെ ലാസ്റ്റ് ഈ ഒരു വിൻഡോ വരുമ്പോഴത്തേക്ക് മാത്രം വൈൽ ലൂപ്പിലോട്ട് വരുന്നു. അതായത് ഏത് വരുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് BANC. ഓക്കെ, BANC വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വൈൽ ലൂപ്പിലോട്ട് കയറുന്നു. ഈ വൈൽ ലൂപ്പിലോട്ട് ലാസ്റ്റ് BANC വരുമ്പോൾ കയറുന്നു. ഈ നമ്മൾ വിൻഡോ സൈസ് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്തായാലും 4 ആണ്. അപ്പൊ ഇതിൻ്റെ അതും കയറുന്നു. റിസൾട്ട് ലെങ്ത്തും എല്ലാം 4 ആയിട്ട് വരുന്നു. ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, കറണ്ട് അപ്പോൾ ഉള്ള ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ആൻസർ വേരിയബിളിലോട്ട് വെക്കുന്നു. നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു SFL ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. നമ്മൾ ഇതിന് ഡിക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിൻഡോയിൽ നിന്ന് ഇത് പോകുന്നു. അപ്പൊ ഈ കണ്ടീഷൻ്റെ അകത്ത് കയറുന്നു. കാരണം ടീൻ്റെ അകത്തുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ റിമൂവ് ചെയ്തത്. അപ്പോൾ ഹാവ് നമ്മൾ ഡിക്രിമെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹാവ് ഈക്വൽ ടു നീഡ് ആവാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ലാസ്റ്റ് ലൂപ്പായിട്ട് അതും നമ്മൾ ഈ ഒരു 4 ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്നു, ലാസ്റ്റ് സ്ട്രിങ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു റിസൾട്ട് ലെങ്ത് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ഇൻഫിനിറ്റി അല്ല, റിസൾട്ട് ലെങ്ത്തിന് ഇപ്പൊ നമ്മൾ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എസിന്റെ സബ്സ്ട്രിങ് നമ്മൾ എടുക്കുന്നു. ഈ L-ഉം R-ഉം നമ്മൾ സ്റ്റോർ ചെയ്തതിന്റെ റീസണെ എസിന്റെ സബ്സ്ട്രിങ്ങിന് ഇനിഷ്യൽ സ്റ്റാർട്ടിങ് ഇൻഡെക്സും അതിന്റെ പിന്നെ ഉള്ള ലെങ്ത്തിന്റെ ഇതിനും വേണം. അപ്പൊ അതിനാണ് നമ്മൾ അത്രയും സ്റ്റോർ ചെയ്തത്. അപ്പോൾ അതാണ് മിനിമം വിൻഡോ സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് വിൻഡോ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സൊല്യൂഷൻ. യാ, താങ്ക് യു.